വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ അവരുടെ വീടാണല്ലോ ബിഗ് ബോസ്, അവിടെ നമ്മളെയും എന്നെയും കുഞ്ഞിനെയും കയറ്റണ്ടെന്നുള്ള രീതിയിലായിരിക്കും. കാരണം അപ്പുറത്തെ മുറിയിലാണ് ലക്ഷ്മി ഉള്ളത്, മോൻ ഇപ്പറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പുറേ അമ്മയുണ്ട്, കയറാം എന്നൊക്കെ പറഞ്ഞ് റെഡി നിന്നപ്പോൾ അപ്പോൾ ഈ അടുത്ത ദിവസമാണ് നമ്മുടെ ലക്ഷ്മിയുടെ മകനെ ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കയറ്റാത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രതികരണവും നമ്മൾ അതിൻ്റെ ഒപ്പം കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ റിനിയുടെ മകൻ്റെ ഒപ്പം ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോയ കസിൻ ബ്രദർ അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മാധ്യമങ്ങളോട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളോട് എല്ലാം തന്നെ തുറന്നു പറയുന്നത് നമ്മൾ കണ്ടു. എന്താണ് അവിടെ സംഭവിച്ചത്, ശരിക്കും ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ കളി നടന്നിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ 100% ശരിവെക്കുക തന്നെയാണ് ഈ കസിൻ ബ്രദറായ ഇദ്ദേഹം ചെയ്യുന്നത്. എന്താണ് അവിടെ നടന്നത്, എന്തുകൊണ്ട് കുട്ടിയെ അകത്തേക്ക് കയറ്റിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. കസിൻ ബ്രദർ പറഞ്ഞു അമ്മ വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് അവർ പറഞ്ഞു 3 പേരും വന്നോളാനും പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 പേരും കൂടെയാണ് അവസാനം ലാസ്റ്റ് പോയത്. ടിക്കറ്റ് എടുത്തത് ഏഷ്യാനെറ്റുകാരാണ്, പിന്നെ കുഞ്ഞു. ടിക്കറ്റ് അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവൻ്റെ പാസ്പോർട്ടും അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തായിരുന്നു, നമ്മുടെ ആധാറും അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ എവിഡൻ്റ് ആയിരുന്നു അവൻ്റെ വയസ്സ് എത്രയാണ്, അതിൻ്റെ അങ്ങനത്തെ അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ എവിഡൻ്റ് ആയിരുന്നു. പിന്നീട് എന്താണ് ഏജൻറ്റ് ആദ്യം അവർ പറഞ്ഞ റീസൺ, അവിടെ എത്തി നമ്മൾ കാരവാനിൽ നിന്ന് ഇറങ്ങി നമ്മളവിടെ എത്തിയപ്പോൾ അവർ ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ഡിവോഴ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്കിങ്ങനെ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു, കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല, അവർ കേസ് ഫയൽ ചെയ്തിട്ടില്ല. പിന്നെ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് ഓർത്താണ് അപ്പോൾ തന്നെ ചേട്ടൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് 13 അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ മെയിൽ ചെയ്തു, ഏഷ്യാനെറ്റിൻ്റെ പല ആൾക്കാർക്കും. പിന്നെ അതേപോലെ ഒരു വാട്സപ്പിൽ ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പോൾ തന്നെ ചെയ്തപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മിയുടെ അടുത്ത് കൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലച്ചുവിനെ വിളിച്ചു. എന്നിട്ട് ലച്ചുവിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. ലച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത്. കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ക്യാറ്റ്സ് ആണെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത്. അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറ് വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അതായത് സമനുവിനെ അത് പ്രീ പ്ലാൻ ആയിരുന്നു, കാരണം എന്നെ വേറൊരു മുറിയിലോട്ട് ഇരുത്തിയപ്പോൾ എനിക്കതിൽ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വേറൊരു സ്ഥലത്തും ഇവർ രണ്ടുപേരും ഓൾറെഡി പോയെന്നാണ് ഞാൻ വെച്ചത്, കാരണം എനിക്ക് ബൈ പറഞ്ഞ് അവർ വിട്ടതാണ്. അപ്പോൾ ആ സമയത്താണ് സമനുവിനെ പിന്നെ അവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് നമ്മുടെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നത്. അവസാനം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. കുട്ടിയുടെ ആധാർ കാർഡും അതുപോലെ തന്നെ പാസ്പോർട്ടും എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇവിടുത്തെ പോകുന്നതിന് മുമ്പേ അയച്ചു കൊടുത്തതാണ്, അദ്ദേഹത്തിൻ്റെതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും. ആദ്യം അമ്മ മാത്രം വന്നാൽ മതി എന്ന് പറയുകയും പിന്നീട് 3 പേരോടും ചെല്ലാൻ വേണ്ടി ഏഷ്യാനെറ്റ് പറയുകയും ടിക്കറ്റ് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ എല്ലാ എവിഡൻസുകളും ആധാറിലും അതുപോലെ തന്നെ പാസ്പോർട്ടിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിയുടെ വയസ്സിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. തീർച്ചയായിട്ടും അത് വായിച്ച് നോക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിൽ പാസ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ജനനത്തീയതിയും എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് അവിടെ എത്തിയതിന് ശേഷമാണ് ആകെ കോലം മാറിയത് എന്ന് പറയുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് അവർ പറയുന്നത്, കാരണം ഈ രശ്മിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും ഡൈവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത് കൊണ്ട് നമുക്ക് കുട്ടിയെ അകത്തേക്ക് കയറ്റാൻ പറ്റുകയില്ല എന്ന് പറയുന്ന മുടന്തൻ ന്യായമാണ് ആദ്യമായിട്ട് എൻ്റെ അണിയറ പ്രവർത്തകർ അവിടെ വെച്ച് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ബ്രില്യൻ്റായ ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയാണ്. നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ്. അദ്ദേഹം ആ സ്പോട്ടിൽ വീഡിയോ ലൈവായിട്ട് ചെയ്യുന്നു. അതിനുശേഷം 10-13 ആൾക്കാർക്ക് അതിൻ്റെ അണിയറ പ്രവർത്തകർ അത് അയച്ചു കൊടുക്കുന്നു, ഇമെയിൽ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവരിൽ നിന്നും അവർ പെടുകയാണ്. കാരണം ആ ഒരു പ്രശ്നവും അവിടെ സോൾവ് ചെയ്യുകയാണ്. ഭർത്താവും ഭാര്യയും എവിടെയും നിയമപരമായിട്ട് ഡൈവോഴ്സ് പെറ്റീഷൻ എന്ന് പറയുന്ന സാധനം ഫയൽ ചെയ്തിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്ക് ഈ കുട്ടിയെ സ്വന്തം അമ്മയെ കാണിക്കതിൽ നിന്ന് വിലക്കാൻ മാത്രമുള്ള എന്ത് കാരണമാണ് അവരുടെ കയ്യിൽ ഉള്ളത്? വളരെ മോശമായ ഒരു കാര്യം. ഞാൻ പറഞ്ഞത് മാതിരി ലക്ഷ്മി എന്ന് പറയുന്ന ഈ സഹോദരിക്ക് നിലപാടുള്ള സഹോദരിയാണ് നമ്മുടെ ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി. തീർച്ചയായിട്ടും 100% ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങൾ ഒരു നിലപാടിൻ്റെ പേരിൽ മാത്രം, ഞാൻ ഈ ബിഗ് ബോസ് കാണുന്ന ഒരാളില്ല, എന്നാലും ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവരുടെയും ഒരു നിലപാടില്ലായ്മ നമ്മൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായി നമ്മൾ കണ്ടുവരികയാണ്. പക്ഷേ ഈ സ്ത്രീ അതിൽ നിന്ന് വിഭിന്നമാണ്. എടുത്ത നിലപാടിൽ 100% ഉറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇത് ലക്ഷ്മി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ലാലേട്ടൻ 100% ആവർത്തിച്ച് ചോദിച്ചിട്ടും തൻ്റെ നിലപാടിൽ ഒരു അണി വീണ
അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സ്ത്രീയാണ് ലക്ഷ്മി. അദ്ദേഹത്തിൻ്റെ ആ നിലപാടിന് കേരളക്കര കൊടുത്ത സമ്മാനം തന്നെയാണ് ഇതുവരെ ലൈഫ് ബോസിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ആ സ്ത്രീക്ക് സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നല്ല ഒരു വോട്ടിംഗ് പാറ്റേൺ തീർച്ചയായിട്ടും അവസാന 5 കണ്ടസ്റ്റൻറ്റിൽ ഒരാളായിട്ട് അവിടെ നിലനിർത്താനുള്ള ഒരു വോട്ടിംഗ് വരെ നമ്മുടെ ലക്ഷ്മിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും സത്യമായ കാര്യമാണ്. അതൊക്കെ ബിഗ് ബോസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ എന്തിനാണ് ബിഗ് ബോസ് ആ മക്കളെ, വെറും 4.5 വയസ്സുള്ള ഒരു പൊന്നു മോനെ സ്വന്തം അമ്മയെ കാണുന്നതിൽ നിന്ന് വിലക്കിയത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതിന് മറുപടി കൂടി അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല എന്നുള്ളത്. അപ്പം അതുപോലെ അവരുടെ വീടാണല്ലോ ബിഗ് ബോസ്, അവിടെ നമ്മളെയും എന്നെയും കുഞ്ഞിനെയും കയറ്റണ്ടെന്നുള്ള രീതിയിലായിരിക്കും. കാരണം അപ്പുറത്തെ മുറിയിലാണ് ലക്ഷ്മി ഉള്ളത്, മോൻ ഇപ്പറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പുറേ അമ്മയുണ്ട്, കയറാം എന്നൊക്കെ പറഞ്ഞ് റെഡി നിന്നപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടിൽ എത്തി ഡ്രസ്സ് ഇട്ട് അവൻ്റെ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സ്യൂട്ടൊക്കെ ഇട്ടൊരു വീഡിയോ ലക്ഷ്മി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് കുഞ്ഞിനെ കയറ്റാൻ പറ്റില്ല. ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വെളിയിൽ. അതായത് സിറ്റ് ഔട്ടിൽ പുള്ളിക്കാരി ഇത് ആക്ച്വലി വളരെ ഫണ്ണി ആയിട്ട് രീതിയിൽ പറഞ്ഞാണ് ആക്ച്വലി. അതായത് ലക്ഷ്മിയെ ഊക്കുന്ന രീതിയിലാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി വീട്ടിൽ കയറ്റത്തില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇതിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഇരുത്തിക്കോളാം എന്നുള്ള രീതി പറഞ്ഞാണ്. പിള്ളേരാണ് അവരുടെ മാതാപിതാക്കളെ നോക്കുമ്പം വല്യമ്മച്ചിക്ക് വിഷമമുണ്ട്. പക്ഷേ അവർ ഇങ്ങനെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൊണ്ട് പുള്ളിക്കാരിൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരെ ഞാൻ ഒന്നിപ്പിച്ചിട്ടേ വരൂ എന്നുള്ള കാര്യം. അപ്പോൾ അതൊന്നും ഈ ഏഷ്യാനെറ്റ് ലൈവിൽ ഇട്ടിട്ടില്ല. കുറേ നേരം ലക്ഷ്മിയും ആദില നൂറയും ലക്ഷ്മിയുടെ അമ്മയെ സംസാരിക്കുന്ന ഒരു ക്ലിപ്പുണ്ട്. അവിടെ ബീൻ ബാഗിൻ്റെ ആ സൈഡിലിരുന്ന് സംസാരിക്കാനായിട്ട് ഇവർ ഉമ്മ വെച്ചിട്ട് ലക്ഷ്മിയുടെ കൈ ഇങ്ങനെയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്നുണ്ട് ഇവരെ ഇനി എതിരെ ഒന്നും പറയരുത് അപ്പോൾ അങ്ങനെ ലക്ഷ്മിയോട് പറഞ്ഞു കൊടുക്കുവാണ്. പുള്ളിക്കാരി ഒരു ടീച്ചറാണ്, പുള്ളിക്കാരിക്ക് അത്ര വിവേകമില്ലാത്ത ആളൊന്നുമല്ല. സിറ്റ് ഔട്ടിലെ കാര്യം പറഞ്ഞാൽ നെഗറ്റീവ് ആവുന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് പുള്ളിക്കാരി അത് പറഞ്ഞത് ആക്ച്വലി ലക്ഷ്മിയെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലക്ഷ്മി അങ്ങനെ രണ്ട് പേരാണ്. ലക്ഷ്മിയുടെ അമ്മയെ ഒരിക്കലും ഒരേ ചിന്താഗതിയാവണം നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ലക്ഷ്മിയുടെ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ ലക്ഷ്മിക്ക് താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ വായിൽ നിന്നല്ല, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നിങ്ങൾ കേട്ടു കാണും. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിളിനെ ലക്ഷ്മി അവിടെ നിന്ന് വിമർശിച്ചിരുന്നു. സ്വന്തം വീട്ടിൽ കയറ്റാൻ പറ്റുകയില്ല എന്നല്ല ലക്ഷ്മി അവിടെ പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റുകയില്ല എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ വാക്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ലക്ഷ്മി പറഞ്ഞ വാക്കിൽ നിന്ന് ഇന്ന് വരെ ആ ബിഗ് ബോസിൻ്റെ അകത്ത് കയറിയിട്ട് ഇന്ന് വരെ അത് മാറ്റി പറയാൻ ആ സഹോദരി തയ്യാറായിട്ടില്ല. അങ്ങനെ പറയാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം വീട്ടിൽ കയറ്റാൻ പറ്റുകയില്ല എന്നൊരു വാക്ക് മാത്രമല്ല, എന്തുകൊണ്ട് അത്രയും പോറ്റി വലുതാക്കി സമൂഹത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും ഒരുപാട് സേവനങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട 2 കുട്ടികൾ രണ്ടും കെട്ട രീതിയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ആൾക്കാരെ നമ്മുടെ സമൂഹത്തിന് ഒരു നല്ല മെസ്സേജ് അല്ല, ഒരു റോങ് മെസ്സേജാണ് അവർ കൊടുക്കുന്നത് എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അത് 100% സത്യമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് കുട്ടികൾ എന്തെങ്കിലും ആകർഷിച്ചിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമുക്ക് നമ്മുടെ മക്കളെയും നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ കാണേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു അച്ഛനും ഒരു അമ്മയ്ക്കും ഒരു ഉമ്മയ്ക്കും ഒരു ഉപ്പയ്ക്കും ഒന്നും അത് പുറത്തു കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത്തരം ഒരു ജീവിതം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആക്ട് തന്നെ നിലവിലില്ല എന്നുള്ളതാണ്. ഇത്തരം ആൾക്കാർക്ക് തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ഒരു വ്യവസ്ഥ പോലും നമ്മുടെ നിയമത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ കേസുമായിട്ട് ഇപ്പോൾ ഡൽഹിക്ക് പോയത്, അനുമതി കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്നിച്ച് ജീവിക്കാൻ, ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. ആ സ്ത്രീകളെ വിമർശിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം, അവരുടെ വീട്ടിൽ കയറ്റാൻ പറ്റുകയില്ല എങ്കിൽ ഞങ്ങൾ നടത്തുന്ന പരിപാടിയായ ഞങ്ങളുടെ വീട്ടിൽ അവരുടെ മകനെ കയറ്റാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകർ എടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ 100% സത്യമായ ഒരു കാര്യം. വളരെ മോശകരമായ ഒരു അവസ്ഥ. ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കേരളത്തിലെ ഒരുപാട് ഫാമിലികൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അല്ലാതെ ലെസ്ബിയൻ കപ്പിൾസ് മാത്രം കാണുന്ന ഒരു ചാനലോ അങ്ങനത്തെ ഒരു പ്രോഗ്രാമോ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വിട്ടുകളയാം. പക്ഷേ അതങ്ങനെയല്ല. 90% ആൾക്കാരും കേരളത്തെ ഫാമിലി ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ ബിഗ് ബോസ്, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ചാനലായാലും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തിരികെ കയറ്റി നിങ്ങളുടെ വർഗീയമായ അജണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ ഒഴിവാക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഫാമിലികൾ അല്ലെങ്കിൽ അത്തരം ആൾക്കാർ നിങ്ങളുടെ പ്രോഗ്രാമിൽ നിന്ന്, നിങ്ങളുടെ ചാനലിൽ നിന്ന്, നിങ്ങളുടെ കണ്ടന്റിൽ നിന്നെല്ലാം അകന്നു പോകുക മാത്രമാണ് ചെയ്യുക എന്നുള്ളതാണ്. ആ സ്ത്രീ എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ അമ്മയെ കുറ്റം പറയുന്നുണ്ട്. അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്മി നിങ്ങളെ വീട്ടിലേക്ക് കയറ്റുന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ സിറ്റ് ഔട്ടിലെങ്കിലും ഇരുത്തും എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ആ സ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു ടീച്ചറാണ്. ആ ടീച്ചർക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട് എന്നുള്ളതാണ്.
ആ പറഞ്ഞതിനെ നിങ്ങളെല്ലാം കൂടിയും വ്യാഖ്യാനിച്ച് ലക്ഷ്മി പറഞ്ഞതാക്കി മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല. 2 വ്യക്തികളാണ്, ലക്ഷ്മി എന്ന് പറയുന്നതും അവരുടെ അമ്മ എന്ന് പറയുന്നത് 2 വ്യക്തികളാണ്. ആ 2 വ്യക്തികൾക്കും 2 എതിർ അഭിപ്രായങ്ങളോ ചിലപ്പോൾ സമാനമായ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ അതിനെയും വ്യാഖ്യാനിച്ചുകൊണ്ട് വളരെ മോശകരമായ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നൊരു തന്ത്രമാണ് ഏഷ്യാനെറ്റും അതിൻ്റെ അണിയറ പ്രവർത്തകരും അതുപോലെ തന്നെ ബിഗ് ബോസ് ടീമും നടത്തിയത്. 4.5 വയസ്സുള്ള ഒരു മകനോട് ഇത്ര മോശകരമായ രീതിയിൽ യാതൊരു വിധത്തിലും ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കോ യാതൊരു എതിർപ്പും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ കൺസ്ട്രക്ഷൻ റൂമിൽ കൊണ്ടുവന്ന് ഈ ലക്ഷ്മിയോട് സംസാരിച്ചിരുന്നു. ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അതിനുശേഷം അവർക്ക് 2 പേർക്കും സമ്മതവുമാണ് ആ കുട്ടിയെ അങ്ങോട്ട് കയറ്റാനും ആ അമ്മയെ കാണാനും എല്ലാമുള്ള ഒരു ആഗ്രഹം ആ കുട്ടിക്ക് ഉണ്ടാകും. അത് തടഞ്ഞ തീർച്ചയായിട്ടും തെറ്റായ ഒരു നടപടി തന്നെയാണ് എന്നാണ് നമുക്ക് പറയാൻ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.